ജെയ്ഷെ ഭീകരരാണ് ദില്ലിയിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടോ, കേരളത്തിലും ഇത്തരം ഭീകരരുണ്ടോ, ജെയ്ഷെ ഭീകരരുണ്ടോ? കേരളത്തിലെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ റിട്ടയർ ചെയ്തപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കേരളത്തിൽ ISൻ്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. നമ്മൾ IS എന്ന് പറയും, അത് ചിലയിടത്ത് IS ആണ്, ചിലയിടത്ത് ഇപ്പം ആഫ്രിക്കയിൽ ചെന്ന ബൊക്കോ ഹറാമാണ്, മറ്റു ചിലയിടത്ത് IS ഖൊറാസാനാണ്. അങ്ങനെ പല പേരുകളിൽ, എല്ലാം ഒന്ന് തന്നെ. എല്ലാം എന്താണ്? ഇസ്ലാമിക ലോകം സ്ഥാപിക്കുക, കാഫിറിനെ കൊല്ലുക എന്നാണ് ലക്ഷ്യം. ജെയ്ഷെ ആവാം, പിന്നെന്താണ്, ലഷ്കർ ആവാം. ഇതെല്ലാം ലക്ഷ്യം ഒന്നാണ്, പല പേരുകളിൽ അവർ അറിയപ്പെടുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു സംഭവം പറയാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു കഥ പറയാമെന്ന് പറഞ്ഞിട്ടാണ്. കഥയല്ലല്ലോ, വസ്തുതയല്ലേ പറയുന്നത്. ഒരു ഫാക്റ്റ് പറയാം. 2013 അബ്ദുൽ കരീം തുണ്ട എന്ന് പറയുന്ന ഒരാളെ നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ പിടിയിലായി. ഇയാൾ 27 വർഷം ഇയാൾക്ക് പിന്നാലെ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളുണ്ടായിരുന്നു. ഇയാളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. പഠിച്ച് ഇയാളുടെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിച്ചു. അത് കഴിഞ്ഞ് ഇയാളെ പിടികിട്ടാത്ത പുള്ളിയായിട്ട് നിൽക്കുക, അബ്സ്കോണ്ടിങ് ആയിരുന്നു. ഇങ്ങനെ 27 വർഷത്തെ നിരീക്ഷണത്തിന് ശേഷം 2013 അബ്ദുൽ കരീം തുണ്ടയെ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ പിടികൂടി 2016 അയാളെ ചോദ്യം ചെയ്തപ്പോൾ കുറേ വിവരങ്ങൾ കിട്ടി. ഇയാൾ ലഷ്കർ ഇ തയ്യബയുടെ ബോംബ് വിദഗ്ധനായിരുന്നു. അപ്പോൾ ഇയാൾ പല കേസുകളിലായിട്ട് ജയിലിലൊക്കെ 2013 മുതൽ ജയിലിലായിരുന്നു. പിന്നീട് മറ്റ് ചില കേസുകളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് 2013 പിടി കിട്ടിയിട്ട് 2016 ചോദ്യം ചെയ്തതെന്നുള്ള ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. മറ്റ് പുറത്തുണ്ടായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 2016 ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ലഷ്കർ ഭീകരൻ റിക്രൂട്ട് ചെയ്ത 130 പേർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലൊട്ടാകെ, കാശ്മീർ മുതൽ ഇങ്ങേയറ്റം വരുമ്പോൾ കന്യാകുമാരി വരെ. ഇപ്പോൾ കേരളം ഒഴികെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ടല്ലേ. ചാവേർ ആക്രമണം നടന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രം നടന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊക്കെ അറിയാം. കാരണം ഇവിടം ആരും സ്വന്തം പേരയ്ക്ക് തീ വെക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രിയപ്പെട്ട സ്ഥലവും പ്രിയപ്പെട്ട ഒളി സങ്കേതവുമാണ് കേരളം. അവർ പിന്നെ അവരുടെ രാഷ്ട്രീയ ശത്രുക്കളെ കൊല്ലും. പോപ്പുലർ ഫ്രണ്ട് ആയിരിക്കും അവർ, അല്ലെങ്കിൽ അത് SDP ആയിരിക്കും, അല്ലെങ്കിൽ അവർ NDF ആയിരിക്കും. ഇങ്ങനെ പല പേരുകളിൽ ഇവരുടെയൊക്കെ റൂട്ട് അന്വേഷിച്ച് പോയാൽ അത് ജെയ്ഷെ മുഹമ്മദിലോ ലഷ്കറിലോ ചെന്നുപെടും. ഇനി അടുത്ത ഭാഗമാണ് അബ്ദുൽ കരീം തുണ്ട പറഞ്ഞ അടുത്ത ഭാഗം. ശ്രദ്ധിക്കണം. 130 ആളുകൾ ഇന്ത്യയിലുള്ളതിൽ 80 പേർ സൗത്ത് ഇന്ത്യയിലാണ്. സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കേരളത്തിലും മധുരയിലുമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പിന്നെ രാവിലെ തള്ളുമായിട്ട് വന്നിരിക്കുവാണ് വടയാർ സുനിലും ഇന്ത്യ ലൈവും പ്രിയനും കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭീകരർ എന്ന് പറയുമ്പോൾ തലകെട്ട് കഫിയൊക്കെ കെട്ടി തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്നവർ എന്നാണ് നമ്മൾ കരുതുന്നത്. അല്ല, 2016 വൈറ്റ് കോളർ ടെററിസം എന്നിപ്പോൾ പറയുന്ന ഈ മാന്യമായ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഉള്ളിലാരാണ്? ജിഹാദിയാണ്, ഭീകരനാണ്. അവൻ തോക്കെടുക്കും, വെടിവെക്കും, പൊട്ടിത്തെറിക്കും, ആളെ കൊല്ലും. കണ്ടാലോ വലിയ മാന്യൻ, ഡോക്ടർ, എഞ്ചിനീയർ, അധ്യാപകൻ, മെഡിക്കൽ കോളേജിൽ അധ്യാപകൻ, രാഷ്ട്രീയ നേതാവ്, സാംസ്കാരിക നായകൻ, മാധ്യമ പ്രവർത്തകൻ, ഇങ്ങനെ പല വേഷങ്ങളുണ്ട്. അപ്പോൾ ഈ അബ്ദുൽ കരീം തുണ്ട പറഞ്ഞത് ഞങ്ങളുടെ 130 ആളുകളുണ്ട്, പക്ഷേ അവർ കവർട്ട് ഓപ്പറേഷനാണ്. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ റോയൊക്കെ പല സ്ഥലത്തും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ മീൻ കച്ചവടക്കാരനായിരിക്കും, റിക്ഷാവാലയായിരിക്കും. നമ്മുടെ അജിത് ഡോവൽ പാകിസ്ഥാനിൽ അങ്ങനെ 7 വർഷത്തോളം റിക്ഷ വലിച്ചോ ഒക്കെ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ജയിലിൽ കിടക്കുന്ന കുൽഭൂഷൺ ജാദവ് ഇറാനിൽ കച്ചവടക്കാരനായിരുന്നു. അവിടെ നിന്നാണ് 2 ഭീകരന്മാർ, പാകിസ്ഥാൻ ISI ബന്ധമുള്ള 2 പാകിസ്ഥാനിലെ മതഭീകരന്മാർ അദ്ദേഹത്തെ ബലൂജിലേക്ക് തട്ടിക്കൊണ്ടുവന്നിട്ട് ISI കൈമാറി. 2 പേരെ അജ്ഞാതൻ വെടിവെച്ച് കൊന്നു. അടുത്തടുത്ത് മാർച്ചിലും കഴിഞ്ഞ ആഴ്ചയുമായിട്ട് വെടിവെച്ച് കൊന്നു കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുവന്നവരെ. അപ്പോൾ ഇത് കവർട്ട് ഓപ്പറേഷൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് മാത്രമല്ല. അബ്ദുൽ കരീം തുണ്ട പറഞ്ഞത് ഇന്ത്യയിലെ 130 പേരും വേറെ ജോലിയൊക്കെ ചെയ്ത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യക്കാർ തന്നെയാണ്. അവർ വേറെ മാന്യമായ സമൂഹത്തിൽ അംഗീകാരമുള്ള ജോലികൾ ചെയ്ത് കഴിയുകയാണ്. ആവശ്യം വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ മുസമിലാവും, ഷഹീനാവും, ഉമർ നബിയാവും. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ, അപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ
അദ്ദേഹം ബഹുമാന്യനായ ഒരു അധ്യാപകനായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കാം, MLA പോലും ആയിരിക്കാം, MP ആയിരിക്കാം, മന്ത്രി ആയിരിക്കാം. പക്ഷേ ആരാണ് അയാൾ? ലഷ്കറാണ് എന്നാണ് അബ്ദുൽ കരീം തുണ്ട പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് രാജ്യത്തെ സുരക്ഷാ ഏജൻസി, ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ സംസ്ഥാന പോലീസുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. ഇങ്ങനെ ഒരു വിവരം കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഇത്തരം കാമോഫ്ലാഷ് ചെയ്ത് മറഞ്ഞ് കഴിയുന്ന ആളുകളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നൊരു നിർദ്ദേശം വന്നു. കേരള പോലീസ് 2016 തന്നെ കേരള പോലീസ് അന്വേഷിച്ചു. കേരള പോലീസിന് കേന്ദ്രം അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്താൽ അവഗണിക്കാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അതങ്ങനെയാണ്, എൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. പിന്നെ അവിടെ പച്ച വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ വരുന്നതുകൊണ്ട് ഒന്ന് ബ്രേക്കൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. പക്ഷേ ചെയ്തേ പറ്റൂ. ഇപ്പോൾ ബംഗ്ലാദേശികളെ ആലുവയിലെ പോലീസ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ബംഗ്ലാദേശികളെ പിടിക്കണമെന്ന് കേന്ദ്രം അതിശക്തമായി ആവശ്യപ്പെട്ടാൽ പിടിച്ചേ പറ്റുള്ളൂ. കാരണം IPS ഓഫീസർമാരാണേ. IPS ഓഫീസർ കേരള പോലീസ് സർവീസ് എന്നല്ല, ഇന്ത്യൻ പോലീസ് സർവീസാണ്. കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ചില നടപടികളൊക്കെ ഇടപെടാനും എടുക്കാനും ഒക്കെ കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് സിസ്റ്റത്തിനെ സമ്പൂർണ്ണമായും അങ്ങനെ പിണറായിക്കോ അല്ലെങ്കിൽ സതീശനോ ആർക്കും ഒന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല. അമിത്ഷാ വിചാരിച്ചാലും കുറേ കാര്യങ്ങൾ പറ്റും, കേന്ദ്രം വിചാരിച്ചാലും പറ്റും. അങ്ങനെ 2016 അതീവ രഹസ്യമായി കേരള പോലീസും അന്വേഷിച്ചു. അബ്ദുൽ കരീം തുണ്ട പറഞ്ഞതുപോലെ ഇവിടെ വേറെ മാന്യമായ ജോലിയെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ടോ എന്ന് കേരള പോലീസ് പരിശോധിച്ചു. അതിന് ആ അതീവ രഹസ്യമായ ഓപ്പറേഷന് ഒരു പേര് വിട്ടു. ഓപ്പറേഷൻ പീജിയൻ. പീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാവ്. പ്രാവ് സമാധാനമല്ലേ? കണ്ടാൽ നമുക്ക് സ്നേഹം തോന്നും, നമ്മളോടൊക്കെ കുറുകിയിരിക്കും, നമ്മുടെ അടുത്ത് പറന്നു വരും, നമ്മൾ കൊടുക്കുന്ന അരിമണി തിന്നും. പ്രാവിനോട് വലിയ സ്നേഹമാണ് നമുക്ക്. അപ്പോൾ കണ്ട പ്രാവാണ്. പ്രാവ് സമാധാനത്തിൻ്റെ അടയാളം കൂടിയാണ്. പ്രാവ് ആരെയും ആക്രമിക്കാറില്ല. പ്രാവിനെ മറ്റു പക്ഷികൾ കൊത്തിപ്പറിക്കത്തേ ഉള്ളൂ. അപ്പോൾ സമാധാനത്തിൻ്റെ പ്രതീകമായി പറപ്പിക്കുന്ന പ്രാവാണ്. അപ്പോൾ ഓപ്പറേഷൻ പീജിയൻ ഇങ്ങനെ സമാധാനത്തിൻ്റെ പ്രതീകമായി ഇരിക്കുന്ന രാക്ഷസരെ കണ്ടെത്താൻ വേണ്ടി ഓപ്പറേഷൻ പീജിയൻ എന്ന പേരിൽ 2016 കേരള പോലീസ് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. എന്തായ റിസൾട്ട് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ പങ്കാളിയായിരുന്ന ഒരാളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറയാം. 350 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. കേരളത്തിൽ 350 പേരെ ഓപ്പറേഷൻ പീജിയൻ്റെ ഭാഗമായിട്ട്, ഏത് ലഷ്കറിൻ്റെ ബോംബ് വിദഗ്ധനായ അബ്ദുൽ കരീം തുണ്ട പറഞ്ഞത് പ്രകാരം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് 130 എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ഇവിടെ അതിൽ 80 പേര് കേരളത്തിലും മധുരയിലും ഉണ്ടെന്ന് കരീം തുണ്ട പറഞ്ഞു, ലഷ്കറിൻ്റെ ആളുകൾ. പക്ഷെ ഇവിടെ അന്വേഷിച്ചപ്പോൾ 350 പേരെ കിട്ടി. അപ്പോൾ കരീം തുണ്ടയ്ക്ക് അറിയാത്ത 270 പേരൂടെ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ജയ്ഷെ മുഹമ്മദിൻ്റെ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ IS-ൻ്റെ ആളുകളായിരിക്കാം. അപ്പോൾ കേരളത്തിൽ 350 പേർ, അതായിരിക്കാം ഒരുപക്ഷെ ലോക്നാഥ് ബെഹ്റ പറഞ്ഞ സ്ലീപ്പിംഗ് സെല്ലുകൾ. അവർ ആരായിരിക്കാം? സിനിമാ നടന്മാരായിരിക്കാം, സിനിമാ നടിമാരായിരിക്കാം, സാംസ്കാരിക പ്രവർത്തകരായിരിക്കാം. മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഗിലാനിയെ തൂക്കിക്കൊല്ലുമ്പോൾ ഇവിടെ നിലവിളിക്കുന്ന ചങ്ങത്തടിക്കുന്നവരില്ലേ, അവരായി സാംസ്കാരിക പ്രവർത്തകരെ, കോളേജ് അധ്യാപകരായിട്ട് ഇരിക്കുന്ന ഒത്തിരി പേര് ഇത്തരം ചിലപ്പോഴൊക്കെ അവരുടെ മുഖം പുറത്തു വരാറുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരായിരിക്കാം, ഡോക്ടർമാർ ഉറപ്പായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കേരളത്തിൽ ഇത് ഇങ്ങനെ ഉണ്ടോ എന്ന് ഒരു അന്വേഷണം കേരള പോലീസ് നടത്തിയിട്ടുണ്ട്. അവരെ കണ്ടെത്തിയിട്ടുമുണ്ട്. അവരുടെ ലിസ്റ്റ് കേരള പോലീസിൻ്റെ കയ്യിലുണ്ട്. കേരളത്തിൽ നിന്ന് IS-ൽ ചേർന്നവരെല്ലാം എഞ്ചിനീയർമാരായിരുന്നു. ഇവിടുത്തെ പി സ്കൂളിലെ ഒരു ടീച്ചർ പോയില്ലായിരുന്നു? അതെ. എവിടെ പോയിന്നറിയില്ല, മെർലിൻ എന്താ മറ്റോ ടീച്ചറിൻ്റെ പേര്. അത് പിന്നെ ഈ ലവ് ജിഹാദിൻ്റെയൊക്കെ ഭാഗമായിട്ട് മൈക്ക് കടത്തിക്കൊണ്ട് പോയതാണ്. പക്ഷേ ഇതല്ല, ഈ 350 പേരെ ഓപ്പറേഷൻ പീജിയൻ്റെ ഭാഗമായിട്ട് കേരള പോലീസ് കണ്ടെത്തിയത്. അവരൊരാവശ്യം വന്നാൽ അവരെന്ത് ചെയ്യും? ഉമർ നബിയെ പോലെ, മുസഫിലിനെ അല്ലേ, അതെ, അയാളെ പോലെ, ഇപ്പോൾ കാശ്മീരിൽ പിടിച്ചിട്ടുള്ള ഈ ഡോക്ടർമാരെ പോലെ എന്തു ചെയ്യും? വേണ്ടി വന്ന പൊട്ടിത്തെറിക്കാൻ വരെ തയ്യാറായിരിക്കുന്ന മുസബിൽ അഹമ്മദിനെ പോലെയുള്ള, ഷഹീനയെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഇവിടെയുണ്ട്. അവരെ ഇടയ്ക്കിടയ്ക്ക് അവർ തെരുവിൽ വന്നിട്ട് ആസാദി, കേരൾ ബാങ്കെ ആസാദി മുദ്രാവാക്യം വിളിക്കും. അവർ മാത്രമല്ല, വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നത്, ഇന്നലെ മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ
ഒരു മാധ്യമപ്രവർത്തനെ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഒരു മാധ്യമപ്രവർത്തനം പറയുകയാണ് ഇവിടെ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ ഉണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവൻ ഭീകരനായിരിക്കാം, അവനൊരു ഒരു നല്ലവൻ്റെ വേഷമിട്ട് നിൽക്കുകയായിരിക്കാം, ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ പൊട്ടിക്കരയുകയോ പൊട്ടിത്തെറിക്കുകയായിരുന്നു റാവുത്തർ, പിന്നെ അജിംസും. പക്ഷേ അവർക്ക് പക്ഷേ ഓപ്പറേഷൻ പീജിയനിൽ കേരള പോലീസ് കണ്ടെത്തിയ ഒരു ഇതാണത്. അപ്പം അതുകൊണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ ഒരു ഭീകരനായിരിക്കാം, നമ്മളവിടെ അയാളെ കാണുന്നത് വളരെ മധുരമായി ചിരിക്കുന്ന, മധുരമായി ഭാഷണം നടത്തുന്ന, വളരെ സ്നേഹത്തോടെ നമ്മളെ കാണുമ്പോൾ ആലിംഗനം ചെയ്യുന്ന ഒരാൾ. അതിൽ നേരത്തെ ഞാൻ പലതവണ പറഞ്ഞു, അതിൽ ആരുമുണ്ടാവാം, പോലീസുകാരൻ മുതൽ മന്ത്രി മുതൽ ജനപ്രതിനിധി മുതൽ നിങ്ങൾക്ക് ചായ കൊണ്ടുത്തരുന്ന ചായക്കച്ചവടക്കാരൻ വരെ ഉണ്ടാവാം. ഇനി നമുക്ക് പ്രേക്ഷകരെ ഒരു വീഡിയോ കേൾപ്പിക്കാം. ഈ വീഡിയോ അല്ല, ഓഡിയോ ക്ലിപ്പ്. ഈ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ വോയിസാണ്. ആ വോയിസ് ക്ലിപ്പാണ്. ഇത് കേരളത്തിലെ ഒരുപാട് മൊബൈലുകളിലേക്ക് വന്നതാണ്. അത് ഒന്ന് കേൾക്കുക. ഹിന്ദുയിസമാവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ തീർക്കുക, അല്ലെങ്കിൽ ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക, എന്നിട്ട് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്, എന്തൊക്കെ വേണ്ടാത്ത ഇനങ്ങളാണ് നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ, നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ? കേട്ടല്ലോ വോയിസ് ക്ലിപ്പ്. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കാം. അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന IS-ൽ ചേർന്ന വ്യക്തിയുടെ വോയിസ് ക്ലിപ്പാണിത്. ഇയാൾ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. പക്ഷേ അതോടെ ഈ കഥ കഴിഞ്ഞു. ഈ വോയിസ് ക്ലിപ്പ് എങ്ങനെയാണ് പുറത്തു വന്നത്? ഇയാളിത് വോയിസ് റെക്കോർഡ് ചെയ്ത് ടെലഗ്രാം വഴി, വാട്സാപ്പ് വഴി ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു. ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്ന എങ്ങനെയാണ്? പ്രിയന് ഒരു വോയിസ് മറ്റൊരാൾക്ക് അയക്കാൻ പറ്റും. ആർക്ക്? പ്രിയൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്ക്, അല്ലേ? അതെ. അപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് കുറേ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ പ്രിയൻ ആർക്കാണ് അയക്കുക? പ്രിയൻ ഏറ്റവും വിശ്വസ്തരായ ആളുകൾക്ക്. അപ്പോൾ ഈ വോയിസ് ക്ലിപ്പുകൾ കിട്ടിയത് ആർക്കാണ്? അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ വിശ്വസ്തർക്ക്. അയാൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവർക്കാണ് കിട്ടിയത്, അല്ലേ? അയാൾ എന്താ ചിന്തിക്കുന്നത്? കാഫിറിനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്നാണ് ഈ വോയിസിൽ പറയുന്നത്. അത് അയാൾ അയച്ചിരിക്കുന്ന ആർക്കായിരിക്കും? അയാൾ പറഞ്ഞാൽ അനുസരിക്കുന്ന, അയാൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾക്കാണല്ലോ. അതെ. അപ്പോൾ അവരെ കണ്ടെത്തണ്ടേ? അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ നടന്നില്ല എന്നും വരാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ATS, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു, ഇപ്പം ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപകമായി സ്ഫോടനങ്ങൾ നടത്താൻ തീരുമാനിച്ച ഈ ഓപ്പറേഷൻ തകർത്തത് ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ജമ്മുവിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും ATS-കൾ സംയുക്തമായി ചേർന്നിട്ടാണ്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ്റെ ഭാഗമാണ്. കേരളത്തിലുണ്ടോ ഇങ്ങനൊരു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്? ഉണ്ടെന്ന് തോന്നുന്നു, ആൻറ്റി ടെറർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരെവിടെയെങ്കിലും റെയ്ഡ് നടന്നിട്ടുണ്ടോ? ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഇല്ല. ഇവിടെ ആകെ നടക്കുന്നതെന്നറിയോ? നക്സലേറ്റുകാരെ പിടിക്കാൻ വേണ്ടി തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞൊരു ഒരു വിങ് വളരെ സജീവമായി വയനാടൻ കാടുകളിലുണ്ട്. ഒരു പിക്കപ്പിൽ കയറി പോകും. അത് സജീവമായി നിർത്താൻ ഗർഭിണിയെ വരെ വെടിവെച്ച് കൊന്നു, അല്ലേ? അവരെ കൊന്നതിന് ഞാൻ എതിരൊന്നുമല്ല. ഭീകരവാദികളെ കൊല്ലുക തന്നെ വേണം, അല്ല പുട്ടും കടലയും ആട്ടിറച്ചിയും കൊടുത്ത് വളർത്തുകയല്ല വേണ്ടത്. പക്ഷേ അത് കേരളം ഇത്ര താല്പര്യത്തോടെ കൊണ്ടു നടക്കാനുള്ള ഒരു കാരണം എന്നറിയോ? മാവോവാദി വേട്ടയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട്, ആ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി കേന്ദ്രം, ഇസ്ലാമിക തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഭീകരന്മാരെ പിടിക്കാൻ വേണ്ടി കേന്ദ്രം എത്ര കോടി കൊടുത്താലും കേരളം അനങ്ങത്തില്ല. ATS ഒക്കെ കടലാസേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഭീകരന്മാരുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എൻ്റെ തോന്നൽ. ഉണ്ടോ? ഭീകരവാദികളുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ 350 പേര് എവിടെയാണ്? അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ മെസ്സേജ് കേട്ടവർ ആരൊക്കെയാണ്? ആ മെസ്സേജിലൂടെ അബ്ദുൾ റാഷിദ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ കാത്തിരിക്കുന്ന ആരെങ്കിലും കേരളത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കാമോ?
കാഫിറിനെ തീർച്ചയായും കൊല്ലണമെന്ന് റാഷിദ് പറഞ്ഞ പോലെ ചെയ്യണം, അവസരം കിട്ടിയാൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടുമുണ്ട്. അപ്പോൾ മീഡിയ വൺ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അവർ ഉണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. അവർക്ക് വേറെ പേരാണ്, അവർക്ക് വേറെ ഇമേജാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഏതായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പര തുടരുകയാണ്. ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമ്മൾ പറയുക തന്നെ ചെയ്യും. നമ്മൾ ഈ യാത്ര നമ്മൾ തുടരുകയാണ്. ഇന്ത്യ ലൈവ് ദേശീയ നിലപാടിനൊപ്പമാണ്. ഇന്ത്യ ഫസ്റ്റ് എന്നതാണ് നമ്മുടെ പോളിസി. രാജ്യത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ യാത്രയിൽ ഞങ്ങളോട് സഹകരിക്കുക, ഞങ്ങളെ സഹായിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്ത് ഒന്ന് അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ വരിക്കാരായി ഞങ്ങളെ വിജയിപ്പിക്കുക, സഹായിക്കുക.